ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. 8-ാം തീയതിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതടക്കം കൂട്ടായി എടുത്ത തീരുമാനമെന്നാണ് പത്മകുമാറിന്റെ വാദം. സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. ഇന്നലെ 76,000-ത്തിലേറെ പേർ എത്തി. രാവിലെ 9 മണി വരെ 27,000-ത്തോളം തീർത്ഥാടകർ മലകയറി. തൃക്കാർത്തിക പ്രമാണിച്ച് വൈകിട്ട് സന്നിധാനം ദീപാലങ്കൃതമാകും. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹത്തിൽ നേരിയ ഇടിവാണ് ഇന്നലെ സംഭവിച്ചത്. 76,000-ൽ പരം പേർ 80,000-നും ഇടയ്ക്കുള്ള ആളുകളാണ് ഇന്നലെ എത്തിയത്. ഇന്ന് പക്ഷേ രാവിലെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ 4,000-ത്തോളം പേരാണ് ഓരോ മണിക്കൂറിലും മല കയറി എത്തുന്നത് എന്നാണ് പറയാൻ സാധിക്കുക. ഏതായാലും സൗകര്യപൂർവമായ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥ സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. 15 ലക്ഷം തീർത്ഥാടകർ കവിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതുപോലെ 100 കോടിക്കപ്പുറമാണ് വരുമാനം. ഈ തരത്തിൽ തീർത്ഥാടനം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേക ദിവസമാണ്. ഇന്ന് വൈകിട്ട് തൃക്കാർത്തിക ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ദീപാലങ്കൃതമായിരിക്കും സന്നിധാനം. മനോഹരമായ ആ കാഴ്ച കാണാൻ തീർത്ഥാടകർ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തീർത്ഥാടകരുടെ എണ്ണം ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർത്ഥാടകർ ചോദിച്ചു നോക്കാം. तमिल नहीं है सर, हिंदी नहीं आता, तेलुगु कैसे? अच्छा है, विजयवाड़ा से आया। ചെന്നൈ സമയം చాలా బాగా చేస్తున్నారు. సూపర్ గా ఉన్న సౌకర్యాలు സുഖമായി എത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നത്. நல்லா தரிசனம் சாமி சார், நல்லா பார்க்கலாம். 18 படி ஏறலாம். நல்லா சுத்தி நல்லா கிளீனா இருக்கு சாமி, என்ன பிரச்சனை இல்ல. எங்க இருந்து வந்துட்டு நாங்க ஆந்திரா தமிழ்நாடு பார்டர் சாமி நாங்க. ஆமா சாமி, நல்லா நல்லா ஃப்ரீயா தான் இருந்தது சாமி, என்ன கூட்டம்லாம் இல்ல. சூப்பர் தரிசனம் எல்லாம் நல்ல ஃபெசிலிட்டிஸ் இருக்கு. தண்ணி எல்லாம் பிஸ்கட் எல்லாம் கிடைச்சிருக்கு. நல்லா கிடைச்சு சாமி, என்ன பிரச்சனை எல்லாம் இல்ல. நல்லா பர்ஃபெக்ட், நல்லா பார்த்து தரிசனம் பார்த்தோம். பெரிய வெளில நடந்தோம். காலை நேற்று காலை 12 மணிக்கு நடந்தோம். இப்போ நல்ல தரிசனம் பார்த்தோம். நைட்டு பார்த்துட்டு இப்போ 2 டைம் மறுபடியும் சிவில் தரிசனம். டபுள் தரிசனம். இப்ப நாங்க நைட்டு படி ஏறி வந்தோங்க. இப்ப சிவில் தரிசனம் 2 வாட்டி நல்ல தரிசனம், ஃப்ரீ தரிசனம். സൂപ്പർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നല്ല ദർശനം കിട്ടി. വൈകുന്നേരം വരെ തിരക്കായിരുന്നു. കുഴപ്പമില്ല. രാവിലെ തന്നെ 2ാമത്തെ ദർശനത്തിന് കാണിക്കാനാണ് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. നല്ല ദർശനം, ഇല്ല ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടില്ല. മെഡിക്കൽ ഫെസിലിറ്റി നല്ലപോലെ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആസ്മടക്കം ഉണ്ടായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം നെബിലൈസർ ചെയ്യാൻ സാഹചര്യം കിട്ടി. 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അത് വെളുപ്പിന് 2 മണി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടൈമാണ്. താങ്ക് യു. സുഖകരമായ ദർശനം സാധ്യമായി എന്ന് തന്നെയാണ് തീർത്ഥാടകർ പറയുന്നത്. അതുപോലെ നാളെ ദേവസ്വം ബോർഡ് യോഗമുണ്ട്. തീർത്ഥാടകർക്കൊക്കെ എത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാന സദ്യ നൽകണം, അതായത് കേരളീയ സദ്യ എല്ലാവർക്കും നൽകണം എന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ പുലാവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുലാവാണ് വിളമ്പുന്നത്. പുലാവ് വിളമ്പുന്നത് തുടരുന്നുണ്ട്. അതേസമയം ഇലയിൽ സദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇല എങ്ങനെ ഡിസ്പോസ് ചെയ്യും, എങ്ങനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കാരണമാണ് ഇല മാറ്റി പ്ലേറ്റിലാക്കാം എന്ന് തീരുമാനിച്ചത്. 7 വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ വിളമ്പാനുള്ള തീരുമാനം ഉണ്ട്. എന്നാൽ സദ്യ വിളമ്പുന്നത് എപ്പോഴെന്ന കാര്യത്തിൽ ഉള്ള തീരുമാനം നാളെയുള്ള ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനിക്കുക. സജീവ് സി വാര്യർ വിവരങ്ങൾ പങ്കുവച്ചു. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത്.